സരസ്വതി, ഈ കഞ്ഞി അച്ഛനുണ്ട് കൊടുക്കൂ. അമ്മ എന്നെ കൊടുത്തോളൂ. കാലത്ത് കാപ്പിയും കൊണ്ട് എന്നപ്പോ എന്നെ ആട്ടിപ്പായച്ചതാ. കഞ്ഞി വിളമ്പിയിരിക്കുന്നു. എനിക്ക് വേണ്ട. ഇല്ലാത്തപ്പോ പട്ടിണി കിടന്നവരാ നമ്മൾ. ഇപ്പൊ വെച്ചുണ്ടാക്കിയിട്ടും എന്നോട് തർക്കിക്കണ്ട. ഇവിടെ നിന്നാതെ മുമ്പും മറ്റുള്ളവർക്ക് വിളമ്പിട്ടില്ല, അറിയാലോ. ഇന്നലെ മുതൽ സരസ്വതി ശ്രീദേവി ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിണി കിടന്ന് ചാകട്ടെ എല്ലാം. അല്ലാതെ തന്നെ ഇവിടെ ഉള്ളവർക്ക് നന്നേ ക്ലേശമുണ്ട് മനസ്സിൽ. സാവിത്രി ഇറക്കി വിട്ടിട്ട് നസ്രാണി കൊട്ടേച്ചിലാക്കി അവളുടെ പേര് പോലും ഇവിടെ പറയരുത്. അബ്രാഹ്മണോച്ഛിഷ്ടം ബ്രാഹ്മണ നിഷിദ്ധം. തന്റെ മകള് ചത്തു, ഒരു ദുർമരണമാണെന്ന് കൂട്ടിക്കോളൂ. എന്റെ അച്ഛന്റെ ശ്രാദ്ധം കഴിക്കാൻ വഴിയില്ലാണ്ട് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. മകളുടെ തലയിൽ അതിന് വേണ്ടല്ലോ. അമ്മവാ, എപ്പോ ഇവിടെ ഉണ്ടായിരുന്നു? കുളിക്കാൻ മറ്റോ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അവൾ മാത്ത കൂട്ടിയിട്ട് ജീപ്പി പോന്നാണ്ടല്ലോ. എടോ, മകളെയും കൂട്ടിക്കൊടുത്ത്. കൃഷ്ണൻകുട്ടിയെ നാട്ടുകാർ പറയുന്നത് കേട്ടത് തെറ്റിദ്ധരിച്ചത്. വന്ന ദിവസം മുതൽ കേട്ടു തുടങ്ങിയതാ. പറ, അവൾ എവിടേക്കാ പോയത്? മോനെ, അമ്മാവ് സുഖമില്ലാതിരിക്കുകയാണ്. അവൾ എവിടേക്കാ പോയത്? അദ്ദേഹം തിരക്കും. നിന്റെ അദ്ദേഹം
പക്ഷേ അവനെ കൊല്ലാൻ ഞാൻ പറ്റില്ല. ഒരുത്തനെ കൊന്ന് 8-10 കൊല്ലം ജയിലിൽ കിടന്നവനാ ഞാൻ. അവിടെ വലിയ സുഖമൊന്നുമില്ലടോ. എന്റെ ഭാര്യയെ അവൻ വെപ്പട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനാണോ ഈ കൊലവിളി? ഒരു ഭാര്യയെ വെപ്പാട്ടിയാക്കുന്നതിനേക്കാൾ മോശമല്ലടോ ഒരു വെപ്പാട്ടിയെ ഭാര്യയാക്കുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല. മാത്തുക്കുട്ടി ഓടിച്ചിരുന്ന ജീപ്പ് ഒന്ന് പാളി. ഭാഗ്യത്തിന് ആൾക്കൊന്നും പറ്റിയില്ല. നീ എന്ത് കളി ആനടി കളിക്കുന്നു? വാതിലടച്ചോ നിങ്ങള്? എല്ലാം അടച്ചു എന്റെ അമ്മക്കുട്ടിയെ. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അവന്റെ കയ്യിൽ വല്ല വാളോ തോക്കോ. അയ്യോ, നിങ്ങൾ അങ്ങനൊന്നും പറയരുതേ. എന്റെ അമ്മയെ ഭഗവതി തൃക്കട്ടൂരമ്മ, അവൻ ഇങ്ങോട്ട് വരെ മനസ്സ് തോന്നിക്കല്ലേ അമ്മേ. ഒന്ന് കുടിക്കാൻ. വിസ്കി വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം. നീ വല്ലതും കഴിച്ചോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ബിജുമോൻ എവിടെ? അവൻ അപ്പൻ്റെ കൂടെ ഉറങ്ങുന്നു. നാളെ മുതൽ അവൻ ഈ മുറിയിൽ കിടന്നാൽ മതി. എന്തിനാ? ഇവിടുത്തെ കൊടിയും മുഴക്കം കാണാനോ? എന്നെ അടിക്കുന്നതും തൊഴിക്കുന്നതും എന്റെ മോൻ കാണണ്ട. നിന്നെ ഞാൻ വളരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. അന്നെ ജീപ്പ് മറിഞ്ഞതല്ല, ശങ്കുണ്ണനാരുടെ മകളോടൊപ്പം കണ്ട എന്നെ വെട്ടിക്കൊല്ലാമെന്ന പട്ടാളക്കാരനെ നിന്ന വർഗീസ് രക്ഷപ്പെടുത്തിയത്. കുട്ടിക്കാലം മുതലേ വർഗീസിനെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. പിന്നീട് നീ കാരണമാണ് അവനോട് എനിക്ക് വൈരാഗ്യം വർദ്ധിച്ചത്. നിന്നെ കണ്ടത് മുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു, സ്വന്തമാക്കാൻ കൊതിച്ചു. വർഗീസായിരുന്നു തടസ്സം. ഒടുവിൽ നിന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ടും മനസ്സാലെ നീ ഒരിക്കലും എനിക്ക് വഴങ്ങിയിട്ടില്ലെന്ന് തോന്നി. നിന്നോടുള്ള പക വീട്ടാനാണ് അമ്പജം തൊട്ട് പല വെപ്പാട്ടുകളെയും തേടി ഞാൻ പോയത്. ഇതൊക്കെ ഇപ്പോഴും എന്നോട് എന്തിനാ പറയുന്നത്? വർഗീസ് ചേട്ടൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന നേരാണ്. എന്ന് മാത്തുക്കുട്ടി എന്റെ കഴുത്തിൽ മിന്നു കിട്ടിയോ അന്നു മുതൽ എനിക്കെല്ലാം നിങ്ങളായിരുന്നു. മാത്തുക്കുട്ടിയെ മനസ്സിലാക്കിയില്ല. പിന്നെയും പിന്നെ എന്നെ എന്തിനു ദ്രോഹിക്കുന്നു, എന്നെ എന്തിനു വേദനിപ്പിക്കുന്നു? അന്നെ എല്ലാം എന്റെ തെറ്റാണ്. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഒരിക്കലും.